Good morning. The next topic is yield of an open well. Open well inde yield എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. The hydraulics of a lined open well is essentially different from that of a tube well, and the yield from an open well can be found out by the following two tests. അപ്പോൾ ഓപ്പൺ വെല്ലിൽ നിന്നുള്ള yield കണ്ടുപിടിക്കാൻ രണ്ട് ടെസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് വൺ is constant level pumping test and the second one is recuperation test. Constant level pumping test and recuperation test. So let us see the first test in detail. Constant level pumping test. Constant level pumping test. So the arrangement for constant level pumping test is as shown in figure. In this test, a pump with suitable regulating arrangement is used. Proper regulating arrangement ഉള്ള ഒരു പമ്പാണ് ഈ ടെസ്റ്റിൽ യൂസ് ചെയ്യുന്നത്. And the water level is depressed by an amount h known as the depression head. വാട്ടർ ലെവല് വെള്ളിലുള്ള വാട്ടർ ലെവല് ഒരു h എമൗണ്ട് ഡിപ്രസ് ചെയ്യും. ആ ഹെഡിന് വിളിക്കുന്ന പേരാണ് ഡിപ്രഷൻ ഹെഡ്. വെള്ളിലുള്ള സ്റ്റാറ്റിക് വാട്ടർ ലെവലിലെ ഒരു h എമൗണ്ട് ഡിപ്രസ് ചെയ്യും. The speed of the pump is so adjusted that whatever water enters the well under this depression head is pumped out and a constant water level is maintained in the well. അതായത് നമ്മൾ പമ്പിന്റെ സ്പീഡ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും? പമ്പിന്റെ സ്പീഡ് is adjusted so that whatever water enters the well under this depression head is pumped out and a constant water level is maintained in the well. ഈ ഡിപ്രഷൻ ഹെഡ് താഴെയുള്ള വാട്ടർ ലെവൽ എക്സസ് വരുന്ന വാട്ടർ ലെവലിനെ പമ്പ് ഔട്ട് ചെയ്തിട്ട് കോൺസ്റ്റന്റ് വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. സോ അതിനു വേണ്ടി പമ്പിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഡിപ്രഷൻ whatever water enters the well under the depression head is pumped out. ഡിപ്രഷൻ താഴെ എത്ര വാട്ടർ ഉണ്ടോ അതെല്ലാം പമ്പ് ഔട്ട് ചെയ്ത് കോൺസ്റ്റന്റ് വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തൊക്കെ പമ്പിന്റെ സ്പീഡിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ കോൺസ്റ്റന്റ് ലെവൽ പമ്പിംഗ് ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദ എമൗണ്ട് ഓഫ് വാട്ടർ പമ്പ്ഡ് ഔട്ട് ഇസ് മെഷർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വി നോച്ച് ഓർ എനി അതർ അറേഞ്ച്മെന്റ്. ഒരു വി നോച്ചോ അല്ലെങ്കിൽ സ്യൂട്ടബിൾ അറേഞ്ച്മെന്റ് ഉപയോഗിച്ച് നമ്മൾ പമ്പ് ഔട്ട് ചെയ്യുന്ന വാട്ടറിന്റെ എമൗണ്ട് മെഷർ ചെയ്യാൻ പറ്റും. In a given amount of time for which the pump speed was regulated to a constant value. അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിലേക്ക് പമ്പ് സ്പീഡ് കോൺസ്റ്റന്റ് വാല്യൂയിലോട്ട് റെഗുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ ടൈമിൽ വരുന്ന എമൗണ്ട് ഓഫ് വാട്ടർ എത്ര വാട്ടർ ആണോ നമ്മൾ പമ്പ് ഔട്ട് ചെയ്യുന്നത് അത് മെഷർ ചെയ്യാൻ വേണ്ടി ഒരു വി നോച്ച് അല്ലെങ്കിൽ സൂട്ടബിൾ അറേഞ്ച്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. So the quantity pumped out in 1 hour gives the yield of the well per hour. ഒരു അവറിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആണോ നമ്മൾ പമ്പ് ഔട്ട് ചെയ്യുന്നത് അതിനെയാണ് yield of well എന്ന് വിളിക്കുന്നത്. In 1 hour ഒരു അവറിൽ എത്ര വാട്ടർ പമ്പ് ഔട്ട് ചെയ്യുന്നു അതാണ് yield of the well in an hour or yield of the well per hour. അപ്പോൾ നമുക്ക് അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. The formula for discharge in cumex for an open well with impervious lining can be written as നമുക്ക് ഡിസ്ചാർജ് ഓഫ് ആൻ ഓപ്പൺ വെൽ ഇൻ ക്യുമെക്സ് വിത്ത് ഇംപെർവിയസ് ലൈനിങ്. അപ്പോൾ വെല്ലിന് ഇംപെർവിയസ് ലൈനിങ് ഉണ്ടെങ്കിൽ ഡിസ്ചാർജ് ഇൻ ക്യുമെക്സ് നമുക്ക് എങ്ങനെ എഴുതാം? Q is equal to A into V. Q is equal to A into V. അതായത് ഏരിയ ഇൻറ്റു ഏരിയ എ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ഫ്ലോ അറ്റ് ഇറ്റ്സ് ബേസ്. ബേസിലെ ക്രോസ് സെക്ഷൻ ഏരിയ ആണ് A. And V is the mean velocity of water percolating into the well in meter per second. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? A into C into H എന്ന് എഴുതാം. ഇതിനെ എങ്ങനെ എഴുതാം? A into C into H എന്ന് എഴുതാം. So Q is equal to A into V or A into C into H, where H is the depression head. ഈ എച്ച് എന്ന് പറയുന്നത് ഡിപ്രഷൻ ഹെഡ് ആണ്. ഈ ക്യാപിറ്റൽ സി എന്ന് പറയുന്നത് പെർക്കുലേഷൻ ഇന്റൻസിറ്റി കോഎഫിഷ്യന്റ്. സി എന്താണ്? പെർക്കുലേഷൻ ഇന്റൻസിറ്റി കോഎഫിഷ്യന്റ്. ഈ പെർക്കുലേഷൻ ഇന്റൻസിറ്റി കോഎഫിഷ്യന്റ് സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഫോർ ഫോർമേഷൻ അറൌണ്ട് ദ വെൽ. ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ഫോർ ദ ഫോർമേഷൻ അറൌണ്ട് ദ വെൽ ആൻഡ് ഇറ്റ്സ് വാല്യൂ ഇസ് ഗ്രേറ്റർ ഫോർ കോസർ സോയിൽ ആൻഡ് ഫോർ സ്മോളർ ഫോർ ഫൈനർ സോയിൽ. ഫൈനർ സോയിൽ ആണെങ്കിൽ സി വാല്യൂ ചെറുതായിരിക്കും, കോഴ്സർ സോയിൽ ആണെങ്കിൽ സി വാല്യൂ കൂടുതലായിരിക്കും. അപ്പോൾ ഈ എബവ് ഫോർമുല നമുക്ക് ഡാർസീസ് ലോ ഉപയോഗിച്ചും ഡിറൈവ് ചെയ്യാം. ഡാർസീസ് ലോ ഉപയോഗിച്ച് എങ്ങനെ ഡിറൈവ് ചെയ്യാം? Q is equal to K into A into I. K into A into I. That is
K into A into H by L. That is K by L into A into H. Hydraulic gradient ആണ് H by L. അപ്പോൾ നമുക്ക് K by L into A into H എന്ന് എഴുതാം. That is Q is equal to C into A into H. K by L is CI. അതാണ് percolation intensity coefficient. ഇനി ഈ കേസിൽ cavity formation ഉള്ള tendency ഉണ്ട്. So due to cavity formation, the area capital A is taken to be equal to 4 by times the actual cross section area at the bottom of well. Cavitation formation കാരണം നമ്മൾ ഈ capital A എന്നുള്ളത് 4 by 3 times actual area at the bottom ആയിട്ടാണ് എടുക്കുന്നത്. എന്തുകൊണ്ടാണ്? cavity formation അക്കൗണ്ട് ചെയ്യാൻ വേണ്ടി capital A is taken as 4 by 3 times the actual area at the bottom of well. And also in this expression Q is equal to C into A into H. It is clear that discharge increases with percolation head H. H കൂടുന്നതനുസരിച്ച് discharge കൂടും. However, percolation head cannot be increased beyond a certain critical value. ഈ H എന്നുള്ള വാല്യൂ നമുക്കൊരു ക്രിട്ടിക്കൽ വാല്യൂവിനേക്കാളും കൂടുതലായിട്ട് എക്സീഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? percolation velocity will be exceeded and soil particles will be disturbed and dislodged. ഈ H വാല്യൂ ഒരു ക്രിട്ടിക്കൽ വാല്യൂവിനേക്കാളും കൂട്ടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? percolation velocity അങ്ങ് കൂടും. percolation velocity കൂടി കഴിയുമ്പോൾ soil particles എല്ലാം disturbed and dislodged ആവാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് H നെ ഒരു ക്രിട്ടിക്കൽ വാല്യൂവിനേക്കാളും കൂട്ടാൻ പറ്റില്ല. So the value of H at which the velocity is critical is known as critical depression head. Critical depression head. Critical depression head is the value of H at which velocity is critical. Velocity critical ആവുന്ന H value ആണ് critical depression head. Normally the depression head is kept equal to 1/3 of critical head and it is known as working head. Working head എന്ന് പറയുന്നത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിപ്രഷൻ ഹെഡ്. അത് നമ്മൾ എത്രയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? യൂഷ്വലി ഈ സ്മോൾ എച്ച് വാല്യൂ ഡിപ്രഷൻ ഹെഡിനെ നമ്മൾ 1/3 ഓഫ് ക്രിട്ടിക്കൽ ഡിപ്രഷൻ ഹെഡ് ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ ഹെഡ് വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് ഹെഡ്. Working head. And maximum yield or critical yield will be obtained corresponding to critical depression head. Critical depression head നെ corresponding ആയിട്ടുള്ള yield ആണ് maximum yield അല്ലെങ്കിൽ critical yield. Maximum അല്ലെങ്കിൽ critical yield ആണ് discharge corresponding to അല്ലെങ്കിൽ yield corresponding to critical depression head. So the yield under working head is known as maximum safe yield. Working head നെ corresponding ആയിട്ടുള്ളതാണ് maximum safe yield. Working head നെ corresponding ആയിട്ടുള്ള yield ആണ് maximum safe yield. So from pumping test we can find the maximum safe yield. നമ്മളിപ്പോൾ ഈ പമ്പിംഗ് ടെസ്റ്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? മാക്സിമം സേഫ് yield ആണ് കണ്ടുപിടിക്കുന്നത്. സോ Q is equal to C into A into H. ഈ Hന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നതാണ് ക്രിട്ടിക്കൽ ഡിപ്രഷൻ ഹെഡ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള yield വിളിക്കുന്നതാണ് മാക്സിമം yield അല്ലെങ്കിൽ ക്രിട്ടിക്കൽ yield. നമ്മൾ യൂഷ്വലി Hനെ 1/3 ഓഫ് ക്രിട്ടിക്കൽ ഹെഡ് ആയിട്ടാണ് ക്രിട്ടിക്കൽ ഡിപ്രഷൻ ഹെഡ് ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ വാല്യൂവിന് വിളിക്കുന്ന പേരാണ് വർക്കിംഗ് ഹെഡ്. അപ്പോൾ വർക്കിംഗ് ഹെഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്ചാർജ് അല്ലെങ്കിൽ yield പറയുന്നത് എന്താണ്? മാക്സിമം സേഫ് yield. ഇത് എന്ത് ടെസ്റ്റ് ആണ്? കോൺസ്റ്റന്റ് ലെവൽ പമ്പിംഗ് ടെസ്റ്റ്. അതായത് നമ്മൾ പമ്പ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ലെവലിൽ പർട്ടിക്കുലർ വാട്ടർ ലെവൽ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഇതിനകത്തെ പമ്പിംഗ്. അതായത് ഡിപ്രഷൻ ഹെഡ് H മെയിൻറ്റെയിൻ ചെയ്യുന്നു, സ്റ്റാറ്റിക് വാട്ടർ ലെവൽ ഡിപ്രഷൻ ഹെഡ് H ഉണ്ടെങ്കിൽ അതിനേക്കാൾ എക്സസ് വരുന്ന വാട്ടറിനെ നമ്മൾ പമ്പ് ഔട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? പമ്പിന്റെ സ്പീഡിനെ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കും. സോ ദാറ്റ് ഡിപ്രഷൻ ഹെഡിന്റെ ആയിട്ടുള്ള വാട്ടറിനെ നമുക്ക് പമ്പ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ പമ്പിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആക്കി വെച്ചതുകൊണ്ട് എക്സസ് വാട്ടറിനെ നമ്മൾ പമ്പ് ഔട്ട് ചെയ്തു. അങ്ങനെ നോക്കുവാണെങ്കിൽ
Quantity of water pumped out in 1 hour gives the yield of well per hour. Q is equal to C into A into H എന്ന് കണ്ടുപിടിക്കാം. Now second one is, first method ആയിരുന്നു constant level pumping test. Now second one is recuperation test. Recuperation test. സിമ്പിൾ പ്രൊസീജിയർ ആണ്, ഫിഗർ വരച്ച് പ്രൊസീജിയർ ആണ്, ഫോർമുല എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിറൈവ് ചെയ്യാം. നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ച ടെസ്റ്റ് ആയിരുന്നു കോൺസ്റ്റന്റ് ലെവൽ പമ്പിംഗ് ടെസ്റ്റ്. കോൺസ്റ്റന്റ് ലെവൽ പമ്പിംഗ് ടെസ്റ്റ് ആക്യുറേറ്റ് വാല്യൂ ഓഫ് സേഫ് ഫീൽഡ് തരുമെങ്കിലും നമുക്ക് ചില സമയത്ത് പമ്പിന്റെ സ്പീഡ് റെഗുലേറ്റ് ചെയ്ത് കോൺസ്റ്റന്റ് വെല്ലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനെയുള്ള കേസിൽ ഒരു റീകൂപ്പറേഷൻ ടെസ്റ്റിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ പമ്പിംഗ് ടെസ്റ്റിന് നമുക്ക് ആക്യുറേറ്റ് വാല്യൂ ഓഫ് സേഫ് ഫീൽഡ് തന്നെ കിട്ടും. പക്ഷെ നമ്മൾ ചില സമയം നമുക്ക് പമ്പിന്റെ സ്പീഡൊക്കെ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ച് വാട്ടർ ലെവൽ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ള കേസിൽ we go for recuperation test. In this test, the water level is depressed to any level below the normal and the pumping is stopped. ഇതെന്താന്ന് പറഞ്ഞാൽ നോർമൽ വാട്ടർ ലെവലിനേക്കാളും താഴോട്ട് ഒരു ലെവലിൽ നമ്മൾ വാട്ടർ ലെവലിനെ ഡിപ്രസ് ചെയ്തതിന് ശേഷം, അതായത് പമ്പ് ചെയ്ത് വാട്ടർ ലെവൽ കുറയ്ക്കും. നോർമൽ വാട്ടർ ലെവലിൽ നിന്ന് അതിന് താഴെയുള്ള ഒരു ലെവലിലോട്ട് വാട്ടറിനെ പമ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യും. വാട്ടർ ലെവലിനെ ഡിപ്രസ് ചെയ്തതിന് ശേഷം പമ്പിങ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. എന്ത് ചെയ്യും? നമ്മൾ പമ്പിങ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. പമ്പിങ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം വിൽ ഫൈൻഡ് ഔട്ട് ദ ടൈം ടേക്കൺ ഫോർ വാട്ടർ ടു റീകൂപ്പറേറ്റ് ടു ദ നോർമൽ ലെവൽ. അതായത് നോർമൽ വാട്ടർ ലെവലിൽ നിന്ന് താഴത്തെ ഒരു ലെവലിലോട്ട് വാട്ടറിനെ പമ്പ് ചെയ്ത് ഡിപ്രസ് ചെയ്ത് വയ്ക്കും വാട്ടർ ലെവലിൽ. അതിനുശേഷം നമ്മൾ പമ്പിങ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. പമ്പിങ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ആ താഴത്തെ ലെവലിൽ നിന്ന് നോർമൽ വാട്ടർ ലെവലിലോട്ട് എത്താൻ വേണ്ടി എത്ര സമയം എടുത്തു നോക്കും. That is the time taken for the water to recuperate to the normal level is noted. നോർമൽ ലെവലിലോട്ട് റീകൂപ്പറേറ്റ് ചെയ്ത് എത്താൻ എടുക്കുന്ന സമയം നമ്മൾ നോട്ട് ചെയ്യും. And from the data, discharge from the well can be calculated. ആ ഡേറ്റ ഉപയോഗിച്ച് നമുക്ക് വെല്ലിൽ നിന്നുള്ള ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാം. So here, as per the figure, let AA be the static water level in the well before pumping started. Pumping തുടങ്ങുന്നതിന് മുമ്പുള്ള static water level AA. Then BB is the water level in the
water level in the well when the pumping is stopped. Pumping stop ചെയ്യുമ്പോഴുള്ള water level ആണ് BB. H1 is the depression head in the well when the pumping stop. Pumping stop ചെയ്യുമ്പോഴുള്ള depression level ആണ് H1. CC is the water level in the well at the time T after pumping has stopped. അതായത് pumping stop ചെയ്ത് ഒരു time T കഴിയുമ്പോഴുള്ള water level ആണ് CC. Then H2 is the depression head in the well at the time T after pumping stopped. Pumping stop ചെയ്ത് T time കഴിയുമ്പോഴുള്ള depression head ആണ് H2. And H is the depression head in the well at a time small t after pumping stop. Small h is the depression head in the well at a time small t after pumping stop. And dH is the decrease in depression head in a time dt. ഈ ടൈം ടിയും സ്മോൾ ടിയും ക്യാപിറ്റൽ ടിയും അവേഴ്സിലാണ് മെഷർ ചെയ്യുന്നത്. ആൻഡ് ഡി എച്ച് ഇസ് ദ ഡിക്രീസ് ഇൻ ഡിപ്രഷൻ ഹെഡ് ഇൻ എ ടൈം ഡി ടി. ഡിക്രീസ് ഇൻ ഡിപ്രഷൻ ഹെഡ് ഇൻ എ ടൈം ഡി ടി, അതാണ് ഡി എച്ച്. സോ thus in a time small t reckoned from the instant of stopping the pump, water level recuperates by h1 minus h. അതായത് ഒരു ടൈം ടി പമ്പിംഗ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് ഒരു ടൈം ആഫ്റ്റർ ടൈം ടി പമ്പിംഗ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് ടി അവേഴ്സ് കഴിയുമ്പോൾ എത്രത്തോളം വാട്ടർ ലെവൽ അത് റീകൂപ്പറേറ്റ് ചെയ്യും? H1 മൈനസ് എച്ച്. അതായത് മൊത്തം H1 ഡിപ്രസ് ആയി, അതിൽ സ്മോൾ ടി ടൈം കഴിയുമ്പോൾ ഡിപ്രഷൻ ഹെഡ് എച്ച് ആണെങ്കിൽ ടൈം ടിയിൽ എത്രത്തോളം വാട്ടർ ലെവല് റീകൂപ്പറേറ്റ് ചെയ്തു? എത്ര വരും? H1 minus H റീകൂപ്പറേറ്റ് ചെയ്ത് കാണും ഫോർ എ ടൈം സ്മോൾ ടി. അതായത് നമ്മൾ പമ്പിങ് നിർത്തുമ്പോൾ H1 വരെ ഡിപ്രസ് ചെയ്തു. ഇനി ഒരു സ്മോൾ ടൈം ടി കഴിയുമ്പോഴുള്ള ഡിപ്രഷൻ ഹെഡ് ആണ് എച്ച്. അങ്ങനെയെങ്കിൽ അറ്റ് എ ടൈം ടി എത്രത്തോളം ലെവൽ റീകൂപ്പറേറ്റ് ചെയ്ത് കാണും? H1. അതായത് എത്രത്തോളം ലെവൽ കയറി? H1 നിന്ന് എച്ചിലോട്ട് വന്ന്. അപ്പൊ H1 മൈനസ് എച്ച് ലെവൽ വാട്ടർ കയറിയിട്ടുണ്ട്. നൗ so in a time dt the head recuperates by a value dh. dt ടൈമിലുള്ള റീകൂപ്പറേഷൻ വാല്യൂ ആണ് dh. അങ്ങനെയെങ്കിൽ വോളിയം ഓഫ് വാട്ടർ entering the well when the head recuperates by dh. dh റീകൂപ്പറേഷൻ നടക്കുമ്പോൾ എത്ര വാട്ടർ എൻ്റർ ചെയ്യുന്നു? dv is equal to a into dh. dv is equal to a into dh, where A is the area of cross section of the well at its bottom. Now, if capital Q is the rate of discharge in the well at a time t under depression head H, at a time t under depression head H, if the discharge is Q, then the volume of water entering the well in t hours will be t hours ile volume of water entering the well dv will be equal to Q into dt. dv is equal to Q into dt, and this Q is proportional to H. dv is equal to a dh, dv is equal to Q dt. So Q is proportional to H, or Q is equal to K into H. Q is equal to K into H. അപ്പോൾ dv എത്ര വരും? kh into dt. kh into dt എന്ന് വരും, where K is a constant depending upon the soil at the base of well through which water enters. അതായത് വെല്ലിന്റെ ബേസിലുള്ള സോയിൽ, വാട്ടർ എൻ്റർ ചെയ്യുന്ന സോയിൽ ഏതാണ്? വെല്ലിന്റെ ബേസിലുള്ള ആ സോയിലിന്റെ ഒരു കോൺസ്റ്റന്റ് ആണ് K. It depends upon the soil at the base of well through which water enters. So dv is equal to kh into dh, and dv is equal to adh. അപ്പോൾ നമുക്ക് ഇത് ഇക്വേറ്റ് ചെയ്യാം. That is kh dt is equal to minus adh എന്ന് വരും. kh dt, ഈ മൈനസ് സൈൻ എന്താന്ന് വെച്ചാൽ that h decreases as time increases. ടൈം ഇൻക്രീസ് ചെയ്യുന്നതോറും h കുറഞ്ഞുകൊണ്ട് വരും. അതുകൊണ്ടാണ് ഇത് മൈനസ് adh ആയത്. h ഡിക്രീസ് ചെയ്യും ആസ് ടൈം ഇൻക്രീസസ്. ടൈം കൂടുന്തോറും h കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇത് മൈനസ് adh ആയത്. ഇപ്പൊ നമുക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഫ്രം ടൈം t is equal to 0 to time t is equal to c. That is when t is equal to 0 ആകുമ്പോൾ
when time t is equal to 0, t is equal to 0 ആകുമ്പോൾ h is equal to h1, t is equal to t ആകുമ്പോൾ h is equal to h2. നമുക്കിതിനെ integrate ചെയ്യാം. That is k by a into integral 0 to t dt is equal to minus of integral h1 to h2 dh by h. Integrate ചെയ്യുമ്പോൾ എന്ത് വരും? k by a into t is equal to ln is equal to ln h from h1 to h2. From h2 to h1. Minus ആയി മാറുമ്പോൾ h2 to h1 എന്ന് വരും. മൈനസ് അകത്ത് വരും. ln h of ln h എന്ന് പറയുന്നത് log to the base c h2 to h1. That is k by a is equal to 1 by t into ln h1 by h2. 1 by t into ln h1 by h2 or 2.303 by t log to the base 10 h1 by h2. K by a is equal to 1 by t log to the base e h1 by h2 or it is equal to 2.303 by t log to the base 10 h1 by h2. Thus, by knowing the value of h1, h2 and capital T from recuperation test, the quantity k by a can be calculated. h1, h2, t ഒക്കെ അറിയാമെങ്കിൽ നമുക്ക് k by a calculate ചെയ്യാം. ഈ k by a എന്നുള്ള value is known as specific yield or specific capacity. K by a എന്ന് പറയുന്നത് K by a is specific yield or specific yield അല്ലെങ്കിൽ specific capacity of an open well. K by a is the specific yield or specific capacity of an open well in cubic meter per hour per square meter of area through which water percolates under 1 meter depression head. So by knowing the value of k by a by observation, the discharge from a well under constant depression head h can be calculated. Discharge എങ്ങനെ കണ്ടുപിടിക്കാം? Q is equal to k into h. That is Q is equal to k by a into h. Or Q is equal to 2.303 by t. K by a के substitute ചെയ്യാം. 2.303 by t log to the base 10 h1 by h2 into a into h. ഈ ടൈം t in hours ആയതുകൊണ്ട് Q ന്റെ യൂണിറ്റ് വരുമ്പോൾ മീറ്റർ ക്യൂബ് പെർ അവർ എന്ന് വരും. So Q is equal to k into h. That is Q is equal to k by a into h. K by a ക്ക് നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2.303 by t log to the base 10 h1 by h2 into a into h. So it should be noted that the time t is in hours and if t is substituted in seconds, Q will be in Qmex. T യുടെ യൂണിറ്റ് അനുസരിച്ച് ഇവിടെ മാറും. T സെക്കൻഡ്സിലാകുമ്പോൾ Q value will be in Qmex and the discharge Q will be the maximum yield of the well if H corresponds to maximum depression head. H maximum depression head ആണെങ്കിൽ Q എന്തായിരിക്കും? maximum yield ആയിരിക്കും.
മാക്സിമം ഡിപ്രഷൻ ഹെഡ് എങ്കിൽ മാക്സിമം ഈൽഡ് വരും. അതുപോലെ ആവറേജ് ഡിപ്രഷൻ ഹെഡ്, അതായത് H വാല്യൂസ് ഇവിടെ Q ആണെങ്കിൽ നമുക്ക് ആവറേജ് ഈൽഡ് കിട്ടും. സോ ഇതാണ് റീകൂപ്പറേഷൻ ടെസ്റ്റ്. റീകൂപ്പറേഷൻ ടെസ്റ്റിൽ എന്താ ചെയ്യുന്നത്? വാട്ടറിന്റെ നോർമൽ ലെവലിൽ നിന്ന് താഴെയുള്ള ഒരു ലെവലിലോട്ട് ആദ്യം നമ്മൾ പമ്പ് ചെയ്ത് ഡിപ്രസ് ചെയ്യും. വാട്ടർ ലെവലിനെ നോർമൽ വാട്ടർ ലെവലിൽ നിന്ന് താഴോട്ടുള്ള ലെവലിലോട്ട് പമ്പ് ചെയ്ത് വാട്ടർ ലെവൽ ഡിപ്രസ് ചെയ്യും. ഡിപ്രസ് ചെയ്തതിന് ശേഷം പമ്പിങ് അങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് വാട്ടർ ലെവൽ റൈസ് ചെയ്യാൻ എടുക്കുന്ന ടൈം നമ്മൾ കണ്ടുപിടിക്കും. അതായത് ഒറിജിനൽ വാട്ടർ ലെവലിലോട്ട് വാട്ടർ ലെവൽ എത്താൻ വേണ്ടി ഡിപ്രസ് ചെയ്തതിന് ശേഷം, അതായത് പമ്പിങ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം വാട്ടർ ലെവൽ നോർമൽ വാട്ടർ ലെവലിലോട്ട് എത്താൻ വേണ്ടി ഇത്ര സമയം എടുക്കും നോക്കും. അതാണ് ഈ റീകൂപ്പറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അതിനുള്ള ടൈം കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. സോ ദിസ് ഇസ് റീകൂപ്പറേഷൻ ടെസ്റ്റ്. ഇതിന് മുമ്പ് പഠിച്ചത് കോൺസ്റ്റന്റ് ലെവൽ പമ്പിംഗ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കോൺസ്റ്റന്റ് വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത വിധത്തിൽ വേണം നമ്മുടെ പമ്പിങ്ങിനെ മോഡിഫൈ ചെയ്ത് പമ്പിങ് നടത്താൻ. അതായത് കോൺസ്റ്റന്റ് ലെവൽ പമ്പിംഗ് ടെസ്റ്റ്. ഇതാണ് റീകൂപ്പറേഷൻ ടെസ്റ്റ്. രണ്ടും നമ്മൾ ഓപ്പൺ വെല്ലിൽ ഈൽഡ് Q കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്.